പ്രായമായവരുടെ പോഷക ആഹാരം. വിഷയം ഡിസൈൻ ശബ്ദം KH സുലൈമാൻ. യുവജനങ്ങളും പ്രായമായവരും എങ്ങനെ വ്യത്യസ്തരാകുന്നു? ശരീരത്തിൽ കൊഴുപ്പ് കൂടുന്നു, പേശികൾ കുറയുന്നു. ചെറുപ്രായത്തിലെ അളവിൽ പോഷകങ്ങൾ അത്യാവശ്യം, എന്നാൽ ഊർജം കുറവ് മതി. പോഷക സമൃദ്ധമായ ആഹാരം പ്രധാനം. പോഷക സമൃദ്ധമായത് കഴിക്കുക. പ്രോസസ് ചെയ്യാത്ത ഭക്ഷണം തിരഞ്ഞെടുക്കുക. പഴങ്ങളും പച്ചക്കറികളും പയർവർഗ്ഗങ്ങളും മത്സ്യം, മാംസം എന്നിവയും നന്നായി കഴിക്കുക. ദഹനേന്ദ്രിയ വ്യൂഹം. പോഷകങ്ങളുടെ ആഗിരണം കുറയുന്നു, കരൾ പ്രവർത്തനം കുറയുന്നു, ഭക്ഷണത്തിലെ വിഷപദാർത്ഥങ്ങൾ നശിപ്പിക്കപ്പെടുന്നില്ല. നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളും ധാരാളം വെള്ളം കുടിക്കുന്നതും അത്യാവശ്യം. ഇത് മലബന്ധം തടയുന്നു. വൈറ്റമിനുകളും ധാതുക്കളും. താഴെ പറയുന്നവയുടെ കുറവ് അനുഭവപ്പെടുന്നു. വൈറ്റമിൻ B12, കാൽസ്യം, സിങ്ക്, വൈറ്റമിൻ E, ഫോളേറ്റ്. വൈറ്റമിൻ B12 ഷെൽ മത്സ്യങ്ങൾ, ലിവർ, ഫിഷ് അഥവാ അയല, ഞണ്ട്, ബീഫ്, ഫോർട്ടിഫൈഡ് ധാന്യങ്ങൾ. കാൽസ്യം തൈര്, പാൽ, ഗ്രീൻ ലീഫ് പച്ചക്കറികൾ, വെണ്ടക്ക, ബദാം, ചെറു മത്സ്യങ്ങൾ. സിങ്ക് കൂൺ, ബീൻസ്, കൊക്കോ ആൻഡ് ചോക്ലേറ്റ്, സീഫുഡ്, മത്തങ്ങ സീഡ്സ്, കശുവണ്ടി. വൈറ്റമിൻ E ചീര, ബദാം, ബട്ടർഫ്രൂട്ട്, ചെമ്മീൻ, ഒലിവ്, മത്തങ്ങ. ഫോളേറ്റ് ബീൻസ്, പരിപ്പുകൾ, ചീര, ലെറ്റൂസ്, ബട്ടർഫ്രൂട്ട്, മാങ്ങ, ഓറഞ്ച്, ബ്രെഡ്. പ്രായമായവരുടെ കാൽസ്യം ആവശ്യകത. 9 മുതൽ 18 വയസ്സ് വരെ 1300 മില്ലിഗ്രാം പെർ ഡേ. 19 മുതൽ 50 വയസ്സ് വരെ 1000 മില്ലിഗ്രാം പെർ ഡേ. എന്നാൽ 50 വയസ്സിന് മുകളിൽ 1200 മില്ലിഗ്രാം പെർ ഡേ. പ്രായമായവരുടെ വൈറ്റമിൻ D ആവശ്യകത. 9 മുതൽ 50 വയസ്സ് വരെ 600 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ഡേ. 51 മുതൽ 70 വയസ്സ് വരെ 600 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ഡേ. എന്നാൽ 70 വയസ്സിന് മുകളിൽ 800 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ഡേ. വൈറ്റമിൻ B12 വിളർച്ച, ക്ഷീണം, വായപ്പുണ്ണ്, നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കാൽസ്യം എല്ലിൻ്റെ ആരോഗ്യക്കുറവ്, യൂറിനറി സ്റ്റോൺ. വൈറ്റമിൻ E ചുവന്ന രക്താണുക്കൾ നഷ്ടപ്പെടുന്നു, നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഫോളേറ്റ് വിളർച്ച, ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ. സിങ്ക് വിശപ്പില്ലായ്മ, തൊലിപ്പുറത്ത് റാഷ്, പ്രതിരോധ ശേഷി കുറവ്, മുറിവ് ഉണങ്ങാൻ താമസം. സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. വൈറ്റമിനുകളും സപ്ലിമെൻറ്റ്സും ചിലപ്പോൾ മോശമായി പ്രതികരിക്കാം. കരളിൻ്റെ പ്രവർത്തന കുറവ് പ്രശ്നമാണ്. വൈറ്റമിൻ എയുടെ പ്രോസസ്സിംഗ് പതുക്കെ നടക്കുന്നു. ചില വൈറ്റമിൻ മരുന്നുകളുമായി പ്രതികരിക്കാം. പ്രതികരിക്കുന്ന വിധം. വൈറ്റമിൻ B12 കുഴപ്പമില്ല. കാൽസ്യം കിഡ്നി സ്റ്റോൺ, മലബന്ധം. സിങ്ക് ഛർദി, പ്രതിരോധ ശേഷിക്കുറവ്. വൈറ്റമിൻ E ബ്ലീഡിംഗ് അഥവാ ബ്ലഡ് ക്ലോട്ട്സ്. ഫോളേറ്റ് വൈറ്റമിൻ ബിയുടെ കുറവിനെ മാസ്ക് ചെയ്യുന്നു. വെള്ളം ദാഹം അറിയുന്നതിനുള്ള ശേഷി കുറയുന്നു. വെള്ളം, ജ്യൂസ്, പാൽ എന്നിവ ധാരാളം കഴിക്കണം. ദിവസവും 8 ഗ്ലാസ് വെള്ളം കുടിക്കണം. മുഖ്യ പ്രശ്നങ്ങൾ. രുചി കുറയുന്നു,
പല്ലിന് ശേഷി കുറയുന്നു, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, മറവി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, വിഷാദ രോഗപ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നന്ദി.